ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് റാഗി പായസം തയ്യാറാക്കാം. നമ്മുടെ കുഞ്ഞുങ്ങള് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് നല്ല സ്വാദോടു കൂടി തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇനി റാഗി പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. 50 ഗ്രാം അളവില് റാഗിപ്പൊടി പാനിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടപ്പിലേക്ക് മാറ്റി ഒന്ന് വേവിച്ചെടുക്കാം. റാഗിപ്പൊടി കുറുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മധുരത്തിനായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 50 ഗ്രാം റാഗിപ്പൊടിക്ക് 350 ഗ്രാം അളവിൽ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് അരച്ചുകൂടി വെക്കണം. അരച്ചെടുത്ത ശർക്കര പാനി അടുപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറുക്കിയെടുത്തിട്ടുള്ള റാഗിപ്പൊടി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റാഗിപ്പൊടി കട്ടകളില്ലാതെ കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 50 ഗ്രാം ചവ്വരി ഒന്ന് കുതിർത്തി വേവിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ശർക്കര പാനിയും ചവ്വരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു നാളികേരത്തിൽ നിന്നും 1-ാം പാലും 2-ാം പാലും ആണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. 2-ാം പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1-ാം പാല് കൂടി ചേർത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പായസത്തിന് നല്ലൊരു സ്വാദിനായിട്ട് ചുക്കും ഏലക്കപ്പൊടി കൂടി ചേർക്കാം. അതിനുശേഷം കുറച്ച് നെയ്യില് കാഷ്യൂസും റൈസിൻസും കൂടി ചേർത്ത് പായസത്തിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ റാഗി പായസം ഇവിടെ റെഡിയാണ്. വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് വീടുകൾ തയ്യാറാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.